വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കമ്മ പല്ലു. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ടൈം ഗെറ്റ് റെഡി വിത്ത് മിച്ചിയാണ്, അതും ഡാൻസ് കവറിന് വേണ്ടി. അപ്പോൾ നമുക്ക് മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തത് ഷിഫ്റ്റ് ആയതാണ് കേട്ടോ. ഇതാണ് നമ്മൾ കഥക്ക് ഈ സൈഡ് പൊട്ടി കിടക്കും, അതുകൊണ്ട് ഓപ്പൺ ചെയ്തത്. ഇതാണ് ഗൈസ് നമ്മൾ മേക്കപ്പിൻ്റെ ബാഗ് വെക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മേക്കപ്പ് ബോക്സ്. ഇത് 2 മേക്കപ്പ് ബോക്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പൊട്ട് സാധനങ്ങളെല്ലാം, ബാക്കി ഇതിനകത്ത് വേറെ കാര്യങ്ങളാണ്. ശബ്ദം കേൾക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഥ കളിച്ചിട്ട് വന്നു. ആദ്യം നമുക്ക് ലിപം ഇടണം. ഇതിടാം. നമ്മൾ വേറെ പുതിയതല്ല, ഇച്ചിരി പഴയതാണ്. കൂടിപ്പോയി. ഇങ്ങനെ ഇങ്ങോട്ട് അടുത്ത് വായിച്ചിരി അടുത്ത് പോയാ ഹാഫ് ഫിഷ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓയിലി സ്കിന്ന് പോലെ തോന്നുന്നു ഗൈസ്. ഓയിലി ഇതൊക്കെ എനിക്ക് ഓയിലായിട്ട് തോന്നുന്നു ഗൈസ്. എന്തോ നോക്കണം ഗൈസ്. നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തുവാ സംഭവം? എന്തുവാ? നോട്ട് ഫോർ യു. ഈ കാജൽ ഞാൻ മിററിൻ്റെ അടുത്ത് പോയി ഇടാൻ കാണാം. എനിക്ക് എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുളവും, പിന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. മസ്കാര ഇടാൻ പോകണം. ഗൈസ് നമ്മൾ ചേച്ചി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ചേച്ചി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം സാധനങ്ങൾ എടുക്കണം. ചേച്ചി ആ മാല കുരുങ്ങി പോയപ്പോൾ മാല എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേഗം എടുക്ക്, ശരിയാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഒരു എപ്പോൾ ക്യാമറ താഴെ വേണ്ടിയാണ്. ഇത് അമ്മയുടെ നോക്കണം. ഇത് നമ്മളുടെ ആണ് കേട്ടോ. ഇത് നമ്മളുടെ ഇപ്പം വീണ്. ഇത് നമ്മളുടെ അലമാരി. പിന്നെ ഇത് അമ്മയുടെ അലമാരി. അപ്പം ചേച്ചിയായിട്ട് മിററിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ആ മിററിൻ്റെ അടുത്ത് പോവാം. ക്യാമറ ലൈറ്റില്ലാത്തതുകൊണ്ട് ചേരക്കിട്ട് കാണിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ മസ്കാര ഇടാണ്. അപ്പോൾ ആദ്യം നമ്മൾ മസ്കാര ഇടാൻ പോവാണ്. ഒരു കണ്ണിന് മസ്കാര ഇട്ട് ഒരു കണ്ണിലെ ഫിനിഷായി. കയ്യിൽ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് കണ്ണിലിടാം. നെക്സ്റ്റ് കണ്ണിൽ മസ്കാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതിനകത്ത് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെ വേണ്ടായിരുന്നു, പക്ഷെ അറിയാൻ പൊട്ടിപ്പോട്ടത് ഇങ്ങനെ അപ്പോൾ ഇതിനകത്ത് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഇത്രയല്ല, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇത്രേ കാണുന്നുള്ളൂ. മോളിപ്പോ ഇതല്ല, ഇത്രയല്ല, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രേ കാണുന്നു. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഇങ്ങനെ തുറന്നിടുന്നത്. നമുക്ക് ഷെയ്ഡ്സ് നോക്കാം. ഈ ഷെയ്ഡ് നോക്കാം. ഈ ഷെയ്ഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ് അമ്മ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 25 ഷെയ്ഡ്സ് മിനിമം കാണും. എപ്പോൾ ചിലതൊക്കെ കാണാതെ ആയിട്ടുണ്ട്. ചിലപ്പോൾ നോക്കി കാണും ബെഡിൽ, ചിലപ്പോൾ നോക്കി കാണും ഡെസ്കിൽ, അങ്ങനെ കുറേ സ്ഥലത്ത് കാണും കേട്ടോ.
പിന്നെ നോക്കിയിട്ട് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം മാത്രം കിട്ടുന്നില്ല, പിന്നെ എപ്പോഴും കാണാൻ പറ്റും. ആ സമയത്ത് മാത്രം കിട്ടാത്ത ഇപ്പോൾ വേണ്ട. ഇനിയാണ് ഗൈസ് എൻ്റെ ബെസ്റ്റ് പാട്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്രൈറ്റ് പിങ്ക് ആണ്. ഇതിനോട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും. അപ്പോൾ എല്ലാവരും ആദ്യമാണ് ഫൗണ്ടേഷൻ ഇടുന്നത്. ഞാൻ ലാസ്റ്റ് ഫൗണ്ടേഷൻ ഇടാൻ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ മൂക്കുത്തി ഇങ്ങനെയുണ്ട്. ലുക്ക് ഓക്കെ 3, 2, 1. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇച്ചിരി കൂടെ ഉണ്ട്. ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പാടുള്ള സാധനം കാജാണ്. എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ആദ്യം നമുക്ക് പീരിയഡ്സിൽ വരയ്ക്കാം. പിന്നെ വരയ്ക്കാം സാധ്യമായിട്ടാണ് ഞാൻ ഇത് എൻ്റെ ലൈറ്റ് ഞാൻ ചെയ്ത് കുളമായി. ഇപ്പം ചേച്ചി ചെയ്യുവാണ്. ഇതിൻ്റെ ഞാൻ ചെയ്തിട്ട് അത് കുളമായി. ഇത് കൊള്ളത്തില്ല. എല്ലാം കുളമാക്കി വെച്ച കുളം പോലെ. ഇവിടെയാണോ കൂടുതല്? അത് ഞാനല്ല അതെ, നീയല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ചേച്ചി ചെയ്തിട്ട് എൻ്റെ മുഖം വീണ്ടും കുളമാക്കി കേട്ടോ. ഈ വർഷം അമ്മൂമ്മ എന്നെ തുടച്ചൊക്കെ തന്നു. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. 2 ഷെയ്ഡ് ഒരുമിച്ച് നമ്മൾ കൂട്ടിലിട്ട് അപ്പോൾ നല്ലത്. പിന്നെ അപ്പം പുറകിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ മേടിച്ചിട്ട് വരാം. 4-5 എക്സ്ട്രാ കിട്ടണമായിരുന്നു. പിന്നെ അമ്മൂമ്മ എൻ്റെ മുടിയൊക്കെ കെട്ടി തരുമായിരുന്നു. അപ്പോൾ ഇതാ 4-5 അവിടെ കിടന്ന് ഇങ്ങൻ്റെ കലാപരിപാടിയാണ് കഴിച്ചതെല്ലാം. അപ്പോൾ കഴിച്ച് അപ്പൂപ്പൻ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ അടുത്തായിരുന്നു പാർക്ക് കേട്ടോ. നടന്നു പോകുന്ന ഒരു ദൂരമേ ഉള്ളൂ. അപ്പോൾ കാറൊന്നും എടുക്കാതെ നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി സെൽഫ് വ്ളോഗ്സൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ കൈ പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്ര നേരം എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ നിന്ന് അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛനും ചേച്ചിയും എല്ലാവരും കൂടെ വന്നിട്ട് പിന്നെ നമ്മൾ പോകാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ റോഡാണ്. നടന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് നമ്മൾ കുറേ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അടുത്തൊക്കെ വാട്ടർ മെലോൺ, ഓറഞ്ച്, പിന്നെ പംകിൻ അതേപോലത്തെ കുറേ സ്റ്റാൾസും കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. കൊള്ളാമൊക്കെ കണ്ണു നോക്കി. ഗൈസ്, ഞാൻ ഇപ്പോൾ സെൽഫ് വീഡിയോ എടുക്കാവാണ്. അവരൊക്കെ അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മളെ സൗത്തേൺ സർക്കിളിൽ നമ്മൾ ജയനഗറാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മെട്രോ പോകുന്നത് കാണാം. മെട്രോൻ്റെ റെയിലൊക്കെ ഉണ്ട്.
അങ്ങനെ കഴിച്ച് നമ്മൾ നടന്ന് പാർക്കിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. നല്ല രസമായിരുന്നു. തുറന്നപ്പോഴത്തേക്ക് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഡു നോട്ട് കട്ട് ട്രീസ് എന്നാണ്. അവിടെ നിന്ന് ഇച്ചിരി പോസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇപ്പോൾ ഞാൻ തറയിൽ പോയേനെ. ഈ പാർക്കിന് 2 സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ ശിവൻ്റെ ഒരു ഫൗണ്ടന്, ആ മുടിയുടെ പോലത്തെ ഒരു ഫൗണ്ടനും. പിന്നെ രണ്ടാമത്തെ ഒരു സാമിയാണ് കേട്ടോ. ആ സാമിയുടെ പേര് എനിക്ക് അറിഞ്ഞില്ല, മറന്നുപോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ശിവൻ. ആ മുടിയുടെ പകരം അതിൻ്റെ ഫൗണ്ടനാണ് വെച്ചിരിക്കുന്നത്. വെച്ചാൽ വാട്ടർ ഇങ്ങനെ വരുന്ന വാട്ടർഫാൾ പോലെ. ഞാൻ അടിയിൽ നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് വെള്ളമായിരുന്നു. എനിക്ക് പോയി ചാടിയിട്ട് സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ തോന്നി. പക്ഷെ പറ്റൂലല്ലോ. അങ്ങനെയാണെന്ന് അവർ നല്ല പോലെ ആയിരുന്നു കേട്ടോ ശിവനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് ഫൈനലി ഞാൻ പിടിക്കും. സെൽഫ് വ്ലോഗ് മീൻസ് ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതാണ്. ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്തിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്യാറുകൂടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഡാൻസ് കവറും പിന്നെ ഇച്ചിരി ഫോട്ടോസ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ എല്ലാവരും മറക്കാതെ കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കണേ. പിന്നെ ബെൽ ബട്ടണും കൂടെ ഇങ്ങനെ ടിങ് ടിങ് ആക്കാനും മറക്കരുത്. ഡാൻസൊക്കെ ചെയ്ത് തളർന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കടയിൽ വന്നേക്കുവാണ്. നമ്മൾ ഒരു മെക്സിക്കൻ ചീസ് ബർഗറും പിന്നെ മെക്സിക്കൻ ചീസ് ബർഗർ 2 മേടിച്ച് പിന്നെ അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ജ്യൂസ് മേടിച്ചോ, ഒരു ഓറഞ്ച് ജ്യൂസ് മേടിച്ച്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു.
ബർഗർ കട്ട് നമ്മൾ ബർഗറൊക്കെ കിട്ടി. അതിന് ഹാഫ് ആക്കണമെന്ന് അവർ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഹാഫ് ആക്കുവാണ്. നമ്മളെ ബർഗർ അവർ ഹാഫൊക്കെ ആക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ബർഗർ വന്ന് ആരും ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ബർഗർ സെയിം ആണോ അതോ ഇല്ലയെന്നാണ്. പിന്നെ ബർഗർ നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.